നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആബ്സല്യൂട്ട് ത്രില്ലർ അതാണ് നമ്മൾ സെവിയ്യയുടെ മൈതാനത്ത് കണ്ടത്. 3-2 റയൽ മാഡ്രിഡിനെ തീർത്ത് കപ്പും കൊണ്ട് പോയിരിക്കുന്നു എഫ് സി ബാഴ്സലോണ. യെസ്, കോപ്പ ഡെൽ റേയിൽ അവർ 32ാം തവണ മുത്തമിട്ടിരിക്കുന്നു. എക്സ്ട്രാ ടൈമിലാണ് കളി വിധിയായത്. അതും റയൽ മാഡ്രിഡ് കിരീടം ചൂടി എന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്ന് തിരിച്ചടിച്ച് സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോയി അവിടെ വിധി എഴുതുകയായിരുന്നു. കളിയിൽ പെനാൽറ്റികൾ വിധിക്കുന്നു, ഓവർ ടേൺ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഡ്രമാറ്റിക് കാര്യങ്ങൾ. ഒടുവിൽ റൂഡിഗറുടെ കലിപ്പിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. വലിയ ബാൻ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. റൂഡിഗർക്ക് മാത്രമല്ല, വാസ്കസിനും ബെല്ലിംഗാമിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് റെഡ് കാർഡ്. എന്തായാലും കളി 3-2 വിജയിച്ചുകൊണ്ട് കിരീടം കൊണ്ടുപോകുന്നു എഫ് സി ബാഴ്സലോണ. മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഫീഞ്ഞയും ഡാനി ഓൾമോയും ലാമിൻ യമാലും ഒക്കെയാണ് ആദ്യ 11-ൽ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് വിനി ജൂനിയറും ബെല്ലിംഗാമും റോഡ്രിഗോയും ചേർന്നുകൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കിലിയൻ എംബാപ്പെ ബെഞ്ചിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. 28ാമത്തെ മിനിറ്റിൽ വേൾഡ് ക്ലാസ് ഗോൾ പെഡ്രിയുടെ. ലാമിൻ യമാൽ കൊടുത്ത ബോളിൽ നിന്ന് ഒരു വേൾഡി അദ്ദേഹം റയലിന്റെ വലയിലേക്ക് എത്തിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബാഴ്സലോണയാണ് മുന്നിൽ 1-0. പക്ഷെ രണ്ടാം പകുതിയിൽ റയൽ കളി മാറ്റുന്ന കാഴ്ച. കളിയുടെ 70ാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ ഫ്രീ കിക്ക് ഗോൾ. എംബാപ്പ രണ്ടാം പകുതിയിലാണ് വന്നത്. അദ്ദേഹം ഫ്രീ കിക്ക് ഗോളിലൂടെ റയലിനെ ഒപ്പമെത്തിക്കുന്നു. കഴിഞ്ഞില്ല, ഷൂമനിയുടെ ഗോൾ പിറക്കുന്നു. 77ാമത്തെ മിനിറ്റിൽ ആർദ ഗ്യൂളറുടെ കോർണറിൽ നിന്ന് ഷൂമനിയുടെ ഗോൾ പിറക്കുന്നു. റയൽ മാഡ്രിഡ് മുന്നിൽ. 80 മിനിറ്റ് കഴിയുന്നു. 81, 82, 83, 84 മിനിറ്റ് ആകുമ്പോഴും റയലാണ് മുന്നിൽ. കിരീടം അവർ കൊണ്ടുപോകുമെന്ന് തോന്നിച്ച നിമിഷം. പക്ഷേ കളി മാറി. റൂഡിഗറും കോർട്ടുവയും തമ്മിലുള്ള ആശയക്കുഴപ്പം. കോർട്ടുവ അതിന് മുന്നോട്ട് കയറിയതാണ് പണിവാളിയത്. അത് മുതലെടുത്ത് ടോറസ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 84ാമത്തെ മിനിറ്റിൽ മത്സരം 2-2. കളി പുരോഗമിക്കുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ എഫ് സി ബാഴ്സലോണക്ക് പെനാൽറ്റി വിധിക്കുന്നു റഫറി. പക്ഷേ പിന്നീട് അത് ഓവർ ടേൺ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലാണ് കൂണ്ടയുടെ ഗോൾ പിറക്കുന്നത്. അതും ഇതുപോലൊരു ആശയക്കുഴപ്പമാണ് റയലിന്റെ താരങ്ങളുടെ. ബ്രാഹിമിന് ആ പന്തിലേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇടിച്ചു കയറി വന്ന് മുന്നോട്ടങ്ങ് വന്ന് ബ്രാഹിമിനെ ഞെട്ടിച്ചുകൊണ്ട് ബോൾ എടുത്തു പോയി. കൂണ്ട ഗോൾ അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 116ാമത്തെ മിനിറ്റിൽ വീണ ആ ഗോളിന് കളി തീരുമാനമാവുകയായിരുന്നു. അതിനിടയ്ക്ക് വീണ്ടും ഒരു പെനാൽറ്റി റയൽ മാഡ്രിഡിന് കൊടുക്കുകയും അത് പിന്നീട് ഓഫ് സൈഡ് കാരണം ഡിനൈ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത് ഡ്രമാറ്റിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ പോയി. ഒടുവിലാണ് റൂഡിഗറുടെ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും മത്സരം 3-2 വിജയിച്ചുകൊണ്ട് ഇതാ എഫ് സി ബാഴ്സലോണ അടുത്ത കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഇതേ റയൽ മാഡ്രിഡിനെ ഫൈനലിൽ തോൽപ്പിച്ച കിരീടം ചൂടിയത് കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടിരിക്കുന്നു. ക്വാഡ്രപ്പിളിലേക്കുള്ള ഹൻസി ഫ്ലിക്കിന്റെ സംഘത്തിന്റെ മുന്നേറ്റം തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.